ഇതിൽ ഞാൻ എങ്ങനെയുണ്ടായിരുന്നു മൂവി? നമ്മളിതുവരെ കണ്ടിട്ടുള്ള വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ഗംഭീരമൊന്നുമല്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈസ് ആയാലും സ്റ്റോറി ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടന്നൊരു ഇൻസിഡൻറ്റ് തന്നെയാണ് അത് കാണിക്കുന്നത്. കുറച്ച് ഫിക്ഷൻ വൈസ് തന്നെ അതേപടിയൊക്കെ കാണിക്കുന്നത് അങ്ങനത്തെ ഫിക്ഷനും ഉണ്ട്. പക്ഷേ നല്ല രീതിയിലുണ്ട്. നമ്മുടെ അപർണയുടെ പെർഫോമൻസ് ആയാലും ശരി, ശിവതയുടെ പെർഫോമൻസ് ആയാലും ശരി, ഇതുവരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ചന്ദ്രനാഥ് എടുത്തു പറയുന്നത്, ചന്ദ്രനാഥോട് നമുക്ക് എന്താ പറയുക, ശരിക്കും പറയാൻ കുറച്ച് പേർക്ക് തോന്നുന്നു ആ കഥാപാത്രം അത്രയും ഡീപ്പ് ആയതുകൊണ്ടാണ്. അത് പെർഫോമൻസ് വൈസ് ആയാലും നല്ല രീതിയിലുള്ള ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും. എന്താ പറയുക, ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ആവും. എന്താ പറയുക, വലിയൊരു ഹാപ്പി എൻഡിങ്ങോടെ അങ്ങനെ നടന്നൊരു പടമല്ല. ഇതൊരു എന്താ പറയുക, കുറച്ച് പെയിനോട് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റർബൻസോട് മാത്രമേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് ആ സിനിമയുടെ വിജയം തന്നെയാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു വ്യത്യസ്തമായ ജോണറിലുള്ള സിനിമയാണ്. വ്യത്യസ്തമായ ജോണർ തന്നെയാണ്. കാരണം വെച്ചാൽ ഇതുവരെ എന്താ പറയുക, ഒരുപാടൊക്കെ വൾഗറാക്കാതെ ആ കറക്റ്റ് മീറ്റർ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മേക്ക് ചെയ്ത രീതിയായാലും ശരി, കുറച്ച് വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താ പറയുക, അത് തിയേറ്ററിൽ തന്നെ അത് പറഞ്ഞ സ്പോയിലറായി പോകുന്നത്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പടം ഒരു ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ പേര് കേട്ടപ്പോൾ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു കുടുംബകഥ ആ രീതിയിലുള്ള ഒരു ഫാമിലി ടച്ച് ആയിട്ടുള്ള പടമാണ്. ഫാമിലി ടച്ച് മാത്രമല്ല, ഇതിൽ നല്ലൊരു ക്രൈം സ്റ്റോറിയും കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. ഞാൻ ആക്ടിവിസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും വരുന്ന അത് പിന്നെ എനിക്ക് അഭിനയിച്ച എല്ലാവരും പേര് അറിയാത്തതുകൊണ്ട് ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും എല്ലാവരും ഗംഭീര പ്രകടനം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ BGM-ഉം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല കിടന്നായിട്ട് വന്നു. അതുപോലെ തന്നെ ക്യാമറ വർക്ക് ചെയ്തതൊക്കെ നല്ല കിട്ടുന്നു. പിന്നെ ക്ലൈമാക്സ് ഒന്ന് നിർത്തി. ഇപ്പം അതിൽ നമുക്ക് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ പടം കണ്ടാൽ അതിൻ്റെ ഫീൽഡ് മനസ്സിലാവും. എന്തുകൊണ്ടും ഒരു തിയേറ്റർ വാച്ചായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടം.